നമസ്കാരം. വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇന്ത്യ. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് വെനസ്വേലയിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാനാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിക്കുന്നത്. വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന്റെയും നിക്കോളാസ് മദൂറോയെയും ഭാര്യയെയും ബന്ദികളാക്കിയ സംഭവത്തിന്റെയും പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. വെനസ്വേലയിൽ പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും തുടരുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. വെനസ്വേലയിലുള്ള ഇന്ത്യൻ പൗരന്മാർ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. വെനസ്വേലയിലുള്ള ഇന്ത്യക്കാരോട് താമസ സ്ഥലത്ത് തന്നെ കഴിയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കരാക്കസിലെ ഇന്ത്യൻ എംബസിയുമായി ആശയവിനിമയം നടത്തുവാനും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ എംബസിയുടെ സഹായം തേടാനും നിർദ്ദേശമുണ്ട്. അമേരിക്ക വെനസ്വേലയിൽ നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേക സൈനിക വിഭാഗമായ ഡെൽറ്റ ഫോഴ്സിനെ ഉപയോഗിച്ച് വെനസ്വേലയിൽ കടന്നുകയറി ആക്രമണം നടത്തിയ അമേരിക്ക അതീവ രഹസ്യമായി ഔദ്യോഗിക വസതിയിലെ കിടപ്പുമുറിയിൽ നിന്നാണ് നിക്കോളാസ് മദൂറോയെയും ഭാര്യയെയും പിടികൂടിയത്. വെനസ്വേലൻ സൈന്യത്തെയും സുരക്ഷാ സംവിധാനങ്ങളെയും മറികടന്ന് ഡെൽറ്റ ഫോഴ്സ് എങ്ങനെ മദൂറോയെ പിടികൂടി എന്ന ചോദ്യം ബാക്കിയാണ് ഇനിയും. അതേസമയം ഇന്ത്യയിൽ CPM അടക്കമുള്ള ഇടതു പാർട്ടികൾ അമേരിക്കയുടെ അധിനിവേശത്തെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. വെനസ്വേലയുമായി നല്ല ബന്ധം പുലർത്തുന്ന റഷ്യയും ചൈനയും അമേരിക്കൻ നീക്കത്തെ വിമർശിച്ചും വന്നിട്ടുണ്ട്. ഇന്ത്യ ഇതുവരെയും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ പ്രതികരണം നടത്തിയിട്ടില്ല. ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് വെനസ്വേല ആക്രമിച്ച് കീഴടക്കിയ അമേരിക്കയുടെ അധിനിവേശത്തിനെതിരെ ശക്തമായാണ് ചൈന പ്രതികരിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് അമേരിക്ക നടത്തിയതെന്നും ഒരു പരമാധികാര രാഷ്ട്രത്തിനെതിരായ നഗ്നമായ ബലപ്രയോഗമാണ് ഇതെന്നും ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം വിമർശിച്ചു. അമേരിക്കയുടെ നടപടിയെ ശക്തമായി അപലപിച്ച ചൈന അമേരിക്കയുടെ അധിനിവേശം ലാറ്റിൻ അമേരിക്കയിലെയും കരീബിയൻ പ്രദേശങ്ങളിലെയും സമാധാനത്തിന്റെയും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് വിമർശിച്ചു. മദൂറോയെ മോചിപ്പിക്കണമെന്ന് റഷ്യയും വ്യക്തമാക്കി. വെനസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യയെയും അമേരിക്ക വിട്ടയക്കണമെന്നാണ് റഷ്യയുടെ നിലപാട്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയും ഭാര്യയെയും നിലവിൽ US യുദ്ധക്കപ്പലിലാണുണ്ട്. ഇവർ രണ്ടുപേരെയും ഉടൻ തന്നെ ന്യൂയോർക്കിൽ എത്തിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. മദൂറോയെ അമേരിക്കൻ കമാൻഡോകൾ പിടികൂടുന്നത് ഒരു TV ഷോ കാണുന്നത് പോലെ തത്സമയം കണ്ടു എന്നും ഫോക്സ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു. പിടികൂടിയ ശേഷം മദൂറോയെ ഹെലികോപ്റ്റർ മാർഗം അമേരിക്കൻ യുദ്ധക്കപ്പലിൽ എത്തിച്ചെന്നും ഈ അതീവ സങ്കീർണമായ ദൗത്യത്തിനിടയിൽ ചില അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റതായും ട്രംപ് പറയുന്നു. റഷ്യയും ചൈനയും അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഉയർത്തുന്ന ശക്തമായ എതിർപ്പിനെയും തെല്ലും വകവെക്കാതെയാണ് ട്രംപിന്റെ ഈ മുന്നോട്ടുപോക്ക് ശരിക്കും ട്രംപിന്റെ നാശത്തിലേക്ക് തന്നെയായിരിക്കും. എന്നും തലയെടുപ്പോട് നിൽക്കാമെന്ന ട്രംപിന്റെ ഈ ഉറച്ച ആത്മവിശ്വാസം അടിപതറും എന്നതിന് ഒരു സംശയവുമില്ല.